മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. ഉച്ചഭക്ഷണ സമയത്ത് അമൃത ഡൈനിങ് ടേബിളിന് മുന്നിൽ വന്നിരുന്നു. ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്ത് മൃദുല അമൃതയുടെ മുന്നിൽ കൊണ്ടുവച്ചു. നിന്റെ അച്ഛൻ പറമ്പിലേക്ക് ഇറങ്ങി പോണത് കണ്ടു. വിനയൻ മാഷിന്റെ ആ കുടിലിലേക്കാ പോയത്. അയാൾ അവിടെ കാണും. കുടിയും തീറ്റയും ഇപ്പോ അവിടാ. ഇവിടെ നിപ്പോ അത്താഴവും കഴിക്കാതെയായി. മൃദുല അടുത്തിരുന്നു. വാരി തരട്ടെ മോളെ? അമൃത സ്പൂൺ എടുത്തു. ഞാൻ കഴിച്ചോളാം. വിനയൻ അങ്കിളിനെ ഞാൻ ഇങ്ങനൊന്നുമല്ല കണ്ടത്. ഒരു മാഷല്ലേ? അവൾ സ്പൂണിൽ കോരി ഭക്ഷണം കഴിച്ചു തുടങ്ങി. എന്തു മാഷ്? ആണുങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോല. ഒരു കുഞ്ഞില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ജലജ ടീച്ചർ അയാളെ വേണ്ടെന്ന് വെച്ചത്. അങ്ങനാണെങ്കിൽ അവർ ഇതിനകം മറ്റൊരു വിവാഹം കഴിക്കില്ലേ? അമ്മ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ഇതുവരെ ടീച്ചർ മറ്റൊരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല. മഞ്ഞപ്പറയിലാണ് ജലജ ടീച്ചറിന്റെ വീട്. ചിലപ്പോഴൊക്കെ വടക്കാച്ചേരിയിൽ വെച്ച് കാണാറുമുണ്ട്. വലിയ സ്നേഹമാണ് ടീച്ചർക്ക്. കുട്ടികളില്ലാത്ത എത്രയോ പേർ ജീവിക്കുന്നു. വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം. പിന്നെന്തിനാ ടീച്ചർ വിനയൻ അങ്കിളിനെ വിട്ടുപോയത്? ഏതെങ്കിലും സ്ത്രീകളുമായി അയാൾക്ക് വഴിവിട്ട ബന്ധമുണ്ടാവും. പല സ്ഥലത്തും ജോലി ചെയ്ത ആളല്ലേ. വിനയൻ അങ്കിളിൽ നിന്ന് മോശമായ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ലെന്ന് അവൾ ഓർത്തു. വാതിൽ തുറന്ന് ജയരാമൻ കയറി വന്നു. മൃദുല ഭക്തിയോടെ എഴുന്നേറ്റു. ജയേട്ടൻ ഇരിക്ക്, ഞാൻ ഊണെടുക്കാം. മകൾ ഇരുന്ന് കഴിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊപ്പം ഇരിക്കാൻ അയാൾക്കൊരു മോഹമുണ്ടായി. മൃദുല കിച്ചണിലേക്ക് പോയി. ജയരാമൻ കൈ കഴുകിയിട്ട് അമൃതയുടെ അടുത്ത് വന്നിരുന്നതും പ്ലേറ്റ് ഇടത് കൈയിലെടുത്ത് അവൾ എഴുന്നേറ്റു. മോളെ, നെഞ്ചുപൊട്ടി അയാൾ വിളിച്ചു. അവൾ നേരെ മുറിയിലേക്ക് നടന്നു. ഒരു നിമിഷം ജയരാമൻ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നിട്ട് എഴുന്നേറ്റു. അച്ഛന്റെ കൂടെ ഇരിക്കാൻ പോലും മകൾ താല്പര്യപ്പെടുന്നില്ല. ദേവി പറയും പോലെ ഈ ഒറ്റപ്പെടൽ താൻ സ്വയം വരുത്തി വെച്ചതാണ്. ജയരാമൻ എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. അയാൾ ധൃതിയിൽ ഡ്രസ് ചെയ്ത് താഴെ വന്നപ്പോൾ മൃദുല ഭക്ഷണം എടുത്ത് വെച്ചിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു. ജയേട്ടൻ എവിടേക്കാ? കണ്ണാടി വരെ. ജയേട്ടൻ ഊണ് കഴിക്കാതെ തന്നെ വയർ നിറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോയി. മൃദുല സിറ്റൗട്ടിൽ ചെന്നപ്പോൾ ജയരാമൻ ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. അവൾ എഴുന്നേറ്റ് പോയതാണ് അയാളെ ചൊടിപ്പിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. മക്കളുടെ ഈ അവഗണന തുടരണം. വാശിയുടെ കാര്യത്തിൽ അമൃത ഒട്ടും പിന്നിലല്ല. മൃദുല റൂമിൽ ചെന്നപ്പോൾ പ്ലേറ്റ് ടേബിളിൽ വെച്ചിട്ട് നിറകണ്ണോടെ അമൃത കട്ടിലിൽ ഇരിപ്പുണ്ട്. നീ എന്താ മോളെ കഴിക്കാതെ? വിശപ്പില്ല. അമ്മ അത് എടുത്തോണ്ട് പോ. നിന്റെ അച്ഛൻ വന്ന് അടുത്തിരുന്നിട്ടാണോ? അവൾ മിണ്ടിയില്ല. ജയേട്ടനും കഴിക്കാതെ പുറത്തേക്ക് പോയി. ഹോട്ടലിൽ നല്ല ഭക്ഷണം കിട്ടും. നീ പട്ടിണി ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. എടുത്ത് കഴിക്ക്. അമ്മ ഒന്ന് പോണുണ്ടോ? അവൾ എഴുന്നേറ്റു. നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടണേ? അമ്മ അതെടുത്തോണ്ട് പോ. എനിക്ക് വാതിലടയ്ക്കണം. അല്പനേരം അവളെ നോക്കി നിന്നിട്ട് പ്ലേറ്റും എടുത്ത് മൃദുല പുറത്തേക്ക് നടന്നു. അമൃത വാതിൽ വലിച്ചടച്ചു. കിച്ചണിൽ ചെന്നപ്പോൾ സെല്ല് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. മൃദുല വേഗം ഫോൺ എടുത്തു. മഹിയാണ്. കൈവിട്ടു പോയ പണം തിരിച്ചു പിടിക്കുന്നത് വരെ അവനെ പിണക്കാൻ പാടില്ലെന്ന് അവൾ ഓർത്തു. എന്താ മഹി? നിന്റെ കെട്ടിയോൻ വിളിച്ചിരുന്നു. പരാജയരാമൻ. അയാളൊരു ഷോപ്പ് തുടങ്ങാൻ ആലോചനയുണ്ട്. എന്റെ സഹായം വേണമെന്ന്. ഇന്ന് രാവിലെ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. എന്റെ ഉപദേശങ്ങൾ വേണമത്രേ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്തു പറയാനാ? അയാൾക്ക് കാശുണ്ടേൽ എന്തോ ചെയ്യട്ടെ. അവന്റെ ചിരി അവളുടെ കാതിൽ തുളച്ചു കയറി. തമാശ പറഞ്ഞ് രസിക്കാൻ പറ്റിയ സമയമല്ലിത്. ജയേട്ടന്റെ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നോട് പണം എടുത്തു കൊടുക്കാൻ പറയും. ഏത് സമയത്തും അത് സംഭവിക്കുമെന്ന പേടിയില്ല ഞാൻ. വാ കഴുകാൻ വേണ്ടി മുറിയിൽ നിന്നിറങ്ങി വന്ന അമൃത കിച്ചണിൽ നിന്നുള്ള മൃദുലയുടെ സംസാരം കേട്ടു. എന്തെങ്കിലും കാരണം പറഞ്ഞ് ജയേട്ടന്റെ നീക്കം പൊളിച്ചേ തീരൂ. അത് നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യമാ. അമൃത കിച്ചന്റെ അടുത്തേക്ക് വന്ന് കാത് കൂർപ്പിച്ചു നിന്നു. എനിക്കിപ്പോ പേടി ആ വിനയൻ മാഷിനെയാ. അമ്മു അയാളുമായി നല്ല അടുപ്പത്തിലാ. അവൾക്ക് മഹിയുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ലാത്തതിന് വേറൊരു കാര്യമുണ്ട്. ഒരു പയ്യനുമായി അവൾ അടുപ്പത്തിലാ. അവൻ ഹോസ്പിറ്റലിലും ഇവിടെയും വന്നു. അമ്മ സംസാരിക്കുന്നത് ആരോടാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. അടക്കി പിടിച്ചാണ് സംസാരം. അതേന്ന് ഇത്ര പെട്ടെന്ന് അവൾ എന്റെ ഭാഗത്ത് വരാൻ കാരണം അത് തന്നെ.
അല്ലെങ്കിൽ അച്ഛനോട് ഇത്രയും വെറുപ്പ് അവൾക്കുണ്ടാവില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് അവളെ മഹിയുടെ തലയിൽ കെട്ടിവെച്ച് ദേവിക്കൊപ്പം ജീവിക്കാനുള്ള തിടുക്കമാ ജയേട്ടൻ കാണിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചു കഴിഞ്ഞു. ദേവിയോടാ ഞാനിപ്പോ നന്ദി പറയുന്നത്. അമൃതയുടെ മനസ്സിലൊരു വിറയലുണ്ടായി. ബിസിനസ് തുടങ്ങാനുള്ള ശ്രമം പൊളിഞ്ഞാൽ ഏറിയ ഒരു മാസം, അതിനപ്പുറമൊന്നും ജയേട്ടൻ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയില്ല. ഭദ്രനെ ഒന്നുകൂടി രംഗത്തിറക്കണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാ ചെയ്യ്. അയാളുടെ വരവ രംഗം കൊഴിപ്പിച്ചത്. തിരമാലകൾ പോലെ ഒരുപാട് ചോദ്യങ്ങൾ അമൃതയുടെ ഹൃദയഭിത്തിയിൽ ഇടിച്ചു കയറി. ഞാൻ തോറ്റുപോവില്ല, എനിക്കത് ഉറപ്പുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും. പഴയതുപോലെ ഒരു കുഞ്ഞിനും സംശയമുണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. അയാൾ ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇടിവെട്ടേറ്റ പോലെ അമൃത ഉലഞ്ഞുപോയി. അമ്മ മറ്റൊരാളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ. എനിക്കൊരു സമാധാനക്കേടുമില്ല. മക്കൾ എന്റെ കൂടെയാ. അമ്മൂനെ ഞാൻ കയ്യിലെടുത്തു കഴിഞ്ഞു. കോളിംഗ് ബെല്ല് കേട്ടതും അമൃത വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് ഓടി. അവൾ വാതിലടച്ചിട്ട് കട്ടിലിൽ ചെന്നിരുന്ന് വിറച്ചു. അച്ഛനോ അമ്മയോ, ആരാണ് ശരിക്കും തെറ്റുകാർ? അമ്മ സംസാരിച്ചത് ആരായാലും ആ മനുഷ്യനുമായി അത്ര നല്ല ബന്ധമല്ല അമ്മയ്ക്കുള്ളത്. നമ്മൾ ജയിക്കും. പഴയതുപോലെ ഒരു കുഞ്ഞിനും സംശയം തോന്നാതെ നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് അമ്മ പറഞ്ഞത്. അതൊരു പുരുഷനല്ലാതെ മറ്റാരാണ്? എന്റെ ഈശ്വര, അമ്മയ്ക്ക് അങ്ങനെ ഒരു ബന്ധമോ? അച്ഛനെ പറ്റി മോശമായി ഒന്നും പറയാതിരുന്ന അമ്മ അയാൾ ഒന്ന് പോയി കിട്ടിയെങ്കിൽ എന്ന് വെറുപ്പോടെയാണ് പറഞ്ഞത്. അമ്മയ്ക്ക് മറ്റൊരു മുഖമോ? ഇതുവരെ അമ്മയ്ക്കൊപ്പം ജീവിച്ചിട്ടും തനിക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയോ? അതോ അമ്മയുടെ ബന്ധത്തിലുള്ള സരള ചിറ്റയോട് സംസാരിച്ചതാവുമോ? സരള ചിറ്റ എപ്പോഴും അമ്മയെ വിളിക്കാറുണ്ട്, ഇവിടെ വരാറുമുണ്ട്. അച്ഛൻ വീട്ടുകാരോട് കടുത്ത ശത്രുതയിലാണ് സരള ചിറ്റ സംസാരിക്കാറ്. പക്ഷേ അമ്മയുടെ വാക്കുകളിൽ പിന്നെയും എവിടെയോ പൊരുത്തക്കേടുകളുണ്ട്. ദേവി എന്ന സ്ത്രീയുമായിട്ട് അച്ഛന് ഒരു ബന്ധവുമില്ലെന്നാണ് അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഭദ്രനെ വീണ്ടും വരുത്താൻ അമ്മ ആഗ്രഹിക്കുന്നു. അച്ഛൻ സത്യത്തിൽ പാവമായിരുന്നു. അവൾ വിങ്ങിക്കരഞ്ഞു. അച്ഛനും ദേവിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെങ്കിൽ തന്നെ അപായപ്പെടുത്തിയത് പിന്നെ ആരാവും? കോളിംഗ് ബെൽ അടിച്ചത് ആരാണെന്നറിയണമെന്ന് അമൃതയ്ക്ക് തോന്നി. മുഖം തുടച്ചിട്ട് അവൾ ചെന്ന് വാതിൽ തുറന്നു. കയ്യിലൊരു കടലാസുമായി അകത്ത് കയറി മൃദുല വാതിലടയ്ക്കുന്നതാണ് കണ്ടത്. ഇലക്ട്രിസിറ്റി ബില്ല. മൃദുല അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. നീ ഇരിക്ക്, അമ്മ ചോറ് വാരിത്തരാം. നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട. മൃദുലയുടെ മുഖത്തേക്ക് അവൾ നോക്കി നിന്നു. ഈ മുഖത്തിന് പിന്നിൽ മറ്റൊരു മുഖം കൂടിയുണ്ടോ? അമ്മയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചോദിക്കേ? അച്ഛന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് അമ്മ അച്ഛനെ എപ്പോഴും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അമ്മ അച്ഛന്റെ ഭാര്യയായിട്ടേ അമ്മയായിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് അമ്മ ആവർത്തിച്ചു പറയുന്നത് ഇനി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. മൃദുലയുടെ മുഖത്ത് സങ്കട ചിരിയുണ്ടായി. ഭാര്യയേക്കാൾ ഒരമ്മയായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നീ ഒരു അമ്മയാവുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ഇനിയുള്ള കാലം മുഴുവൻ ഗൾഫിൽ ചെന്ന് നിന്നാലും അമ്മയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്നാണോ? ആ ചോദ്യം മൃദുലയുടെ മനസ്സിൽ കൊണ്ടു. അച്ഛന്റെ കൂടെ സന്തോഷത്തോടെ കുറെ കാലമെങ്കിലും ജീവിക്കാനല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത്? എന്ത് സന്തോഷം? അതെനിക്കുണ്ടാവില്ലെന്ന് എന്നെ ബോധ്യപ്പെട്ടതാ. ഇനി നിന്റെ അച്ഛനിൽ നിന്ന് അതുണ്ടാവാനും പോകുന്നില്ല. ആ മനുഷ്യൻ ഗൾഫിൽ ചെന്ന് നിന്നാൽ നിങ്ങൾക്കെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ. കൊലവിളിയുമായി ആരും ഈ വീട്ടുമുറ്റത്ത് വരില്ല. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. അമൃത മൗനിയായി നിന്നു. നീ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം? അച്ഛനെതിരെ അമ്മ നേരിട്ട് ഒന്നും പറയുന്നില്ല. ദേവിയുമായി അച്ഛന് പാടില്ലാത്ത ബന്ധമൊന്നുമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി അച്ഛനോട് പറഞ്ഞു. ആ അമ്മ തന്നെ അച്ഛൻ മോശക്കാരനാണെന്ന് ഞങ്ങളോടും പറയുന്നു. എനിക്കതാ മനസ്സിലാവാത്തത്. മൃദുലയ്ക്ക് ദേഷ്യം വന്നു. ഇവിടെ ഒരു പൊട്ടിത്തെറിയാണല്ലേ നിനക്ക് വേണ്ടത്? അതുകൊണ്ട് നിനക്കും നിന്റെ അനുജത്തിക്കും നഷ്ടമേ വരാൻ പോകുന്നുള്ളൂ. ഞാൻ പറയുന്നതൊന്നും നിന്റെ തലയിൽ കയറാതെ പോകുന്നല്ലോ. നെറ്റിയിൽ തല്ലിയിട്ട് മൃദുല കിച്ചണിലോട്ട് പോയി. അമൃത മുറിയിൽ കയറി വാതിലടച്ചു. ആരെ വിശ്വസിക്കുമെന്ന് അവൾക്കൊരു രൂപവും ഉണ്ടായില്ല. അച്ഛനെ പോലെ അമ്മയും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അച്ഛനെതിരെ അപവാദ കഥയുണ്ടാക്കാനാ അമ്മയുടെ ശ്രമം. തനിക്കൊരാളെ ഇഷ്ടമുള്ള കാര്യം അമ്മ മറ്റൊരാളെ അറിയിച്ചിരിക്കുന്നു. ആരായിരിക്കും അയാൾ? അമ്മയ്ക്ക് എല്ലാം തുറന്നു പറയാൻ പോന്ന ഒരാൾ. മനസ്സിലൂടെ പല മുഖങ്ങൾ കടന്നു പോയിട്ടും അതാരാണെന്ന് ഉറപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു കാര്യത്തിൽ അവൾ ഉറച്ചു നിന്നു. അമ്മ സംസാരിച്ചത് ഒരു പുരുഷനോട് തന്നെ.
അച്ഛനെ മടക്കി അയക്കാൻ അമ്മ തീവ്രമായി ആഗ്രഹിക്കുന്നു. അമ്മയുടെ സംസാരത്തിൽ സദാ മുഴങ്ങുന്നത് അച്ഛനെ മടക്കി വിടുകയാണ്. എന്റെ അച്ഛൻ സത്യത്തിൽ പാവമാണോ? അവൾക്ക് കരച്ചിൽ വന്നു. രണ്ടുപേരുടെയും മനസ്സറിയുന്നതുവരെ താനും എല്ലാം ഉള്ളിലടക്കണം. സൂക്ഷിക്കേണ്ടത് അച്ഛനെയല്ല, അമ്മയെയാണ്. പടർന്നു പന്തലിച്ചു നിന്ന ആൽമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ ജയരാമൻ ബൈക്കിന്റെ വേഗത കുറച്ചു. ഏതാനും പേർ വട്ടം കൂടിയിരുന്ന് ചീട്ട് കളിക്കുന്നത് അയാൾ കണ്ടു. കണ്ണാറ്റുമുക്കിലെ പീടികയിൽ അന്വേഷിച്ചപ്പോൾ സുബൈർ മിക്ക സമയത്തും അവിടെ ഉണ്ടാവുമെന്നാണ് അറിഞ്ഞത്. ബൈക്കിൽ ഒത്ത തടിയും ഉയരവുമുള്ള ഒരാൾ വന്നു നിന്നപ്പോൾ മഫ്തിയിലെ പോലീസുകാരനാണെന്ന് സംശയിച്ച് എല്ലാവരും ചാടി എഴുന്നേറ്റ് ഓടാൻ പാകത്തിൽ നിന്നു. സുബൈർ കൂട്ടത്തിലുണ്ടോ? ജയരാമൻ വിളിച്ചു ചോദിച്ചു. ആരാ? ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിച്ചു. ഞാൻ ജയരാമൻ, ഋഷിനാരായണ മംഗലത്ത് നിന്ന് വരികയാ. സുബൈറിനെ ഒന്ന് കാണണം. കയ്യിലിരുന്ന ചീട്ട് കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അത് തന്നെയാണ് ഋഷിയുടെ ഭർത്താവെന്ന് ജയരാമന് മനസ്സിലായി. അവൻ ചിരിയോടെ അടുത്തു വന്നു. നിങ്ങളെ നാട്ടിൽ വരുന്ന വിവരം ഋഷിയെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കാശ് വല്ലതും തന്നു വിട്ടിട്ടുണ്ടോ? അവന്റെ ചോദ്യം അതായിരുന്നു. സുബൈർ കേറ്, വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ബൈക്കിലേക്ക് അവനൊന്ന് നോക്കി. അത്ര വിലപ്പെട്ടതൊന്നും അവൻ കണ്ടില്ല. നാട്ടിലെ ഏതോ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ഒരു കവർ മാത്രം. സുബൈർ ബൈക്കിൽ കയറി. വണ്ടി മുന്നോട്ട് നീങ്ങി. നിങ്ങൾ ഇനി ഗൾഫിൽ പോണില്ലേ? ഇല്ല, ഇപ്പോ പഴയ ഗൾഫൊന്നുമല്ല. ഇവിടെ എന്തെങ്കിലും ചെയ്ത് വേര് പിടിപ്പിച്ചേ പറ്റൂ. ഇവിടെ എന്ത് ചെയ്യാനാ? ഒന്നും രക്ഷപ്പെടില്ല. നിങ്ങള് മതിയാക്കി പോന്നതാണെങ്കി അത് മണ്ടത്തരാ. സുബൈർ പണിക്കൊന്നും പോകുന്നില്ലേ? എന്തു പണി? അതിനു പറ്റിയ പണിയൊന്നും ഇവിടില്ല. കൂലിപ്പണിക്ക് ബംഗാളികളില്ലേ? അവൾ അയക്കുന്ന പണം കൊണ്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് ജയരാമന് മനസ്സിലായി. താൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാകും. അല്ലെങ്കിൽ തന്നെ ഉപദേശിക്കാൻ എന്തർഹതയാണ് തനിക്കുള്ളത്? അവൻ പറഞ്ഞ വഴിയിലൂടെ ബൈക്ക് പോയി. അതാ വീട്. ജയരാമൻ പഴയ കൊച്ചു വീട് കണ്ടു. ബൈക്ക് ഇടവഴിയിൽ നിന്നു. അവന്റെ കൂടെ ജയരാമൻ കയറി ചെന്നു. 3 വയസ്സുള്ള ഒരു പെൺകുട്ടി വരാന്തയിലെ തൂണിൽ പിടിച്ച് കൗതുകത്തോടെ നിൽക്കുന്നുണ്ട്. മുഷിഞ്ഞ ഫ്രോക്കാണ് അവൾ ധരിച്ചിരിക്കുന്നത്. ചെമ്പിച്ച മുടി പാറി പറന്ന് കിടക്കുന്നു. ഒരമ്മയുടെ അഭാവം അവളെ കാണുമ്പോൾ തന്നെ അറിയാം. ഉമ്മ. മുറ്റത്ത് എത്തിയപ്പോൾ സുബൈർ ഉറക്കി വിളിച്ചു. മോള അല്ലേ, ഞാ കേറി വാ. ജയരാമൻ കുട്ടിയുടെ തലയിൽ സ്പർശിച്ചു. അങ്കിളിനെ അറിയോ? നിന്റെ ഉമ്മയുടെ നാട്ടിൽ നിന്നാ ഞാൻ വരുന്നേ. നിഷ്കളങ്കമായ ചിരിയോടെ അവൾ പിന്നോട്ട് മാറി. ഇതാ വെച്ചു. അയാൾ കവർ അവൾക്ക് കൊടുത്തു. അവൾ അതുമായി പിന്നോട്ട് നടന്നു. ജയരാമൻ വരാന്തയിൽ കിടന്ന കസേരയിൽ ഇരുന്നു. പ്രായമായ ഒരു സ്ത്രീ വാതിൽക്കൽ വന്നു. ഋഷിയുടെ അടുത്ത് നിന്ന വരണേ, അവൾക്ക് സുഖല്ലേ? അതെ ഉമ്മ. എന്ത് ജോലിയാ അവൾക്കവിടെ? ചുഴിഞ്ഞുള്ള ചോദ്യം ജയരാമന് മനസ്സിലായി. എയർപോർട്ടിൽ ക്ലീനിങ് വിഭാഗത്തിലാ. മാന്യമായ ജോലി തന്നെയാ. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. കഠിനമായി ജോലി ചെയ്യണമെന്ന് മാത്രം. സുരക്ഷിതത്വമുണ്ടെങ്കിൽ പണി കടുത്തതായാലും പ്രശ്നമൊന്നുമില്ല. ജയരാമൻ ചിരിച്ചു. വീട്ടുപണിക്കെന്ന് പറഞ്ഞാ പോയത്. പിന്നെയാ എയർപോർട്ടിൽ പണിയാണെന്ന് പറഞ്ഞത്. അവൾ പറയുന്ന വിവരമല്ലേ നമുക്കറിയൂ. ആളുകൾ ഓരോ കഥകളാ പറയുന്നേ. അതാ ഉമ്മ അങ്ങനെ ചോദിച്ചത്. സുബൈർ അതൊന്നും കേട്ട് വിഷമിക്കരുത്. അവൾ ജീവിക്കുന്നത് കുടുംബത്തെ ഓർത്ത് മാത്ര. തെറ്റ് ചെയ്ത് ജീവിക്കാനാണെങ്കിൽ അവൾക്ക് ആ പണി ചെയ്യേണ്ട കാര്യമില്ല. നാട്ടിലുള്ളതിനേക്കാൾ സുരക്ഷ അവൾക്കുണ്ട്. അവൻ മൂളി. കാശ് വല്ലതും തന്നയച്ചിട്ടുണ്ടോ? 50,000 ഉറുപ്പ്യ ഈ മാസം അനിയത്തിക്ക് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ പണമായിട്ടൊന്നും തന്നിട്ടില്ല. പിന്നെ മോൾക്ക് കൊടുക്കാൻ ഒരു ചെറിയ സ്വർണമാല തന്നയച്ചിട്ടുണ്ട്. മോളിങ് വാ. നാണിച്ച് അവൾ അയാളുടെ അടുത്ത് വന്നു. ജയരാമൻ പോക്കറ്റിൽ നിന്നൊരു പൊതി എടുത്ത് തുറന്നു. അതിൽ നിന്ന് 1.5 പവൻ വരുന്ന സ്വർണമാല എടുത്തു. മോളുടെ ഉമ്മ തന്നു വിട്ടതാ. അതയാൾ അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അവളുടെ മുഖം വിടർന്നു. ഇപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? അവൾക്ക് ഇത്ര ബോധമില്ലാതെ പോയല്ലോ. ഉമ്മ നീരസപ്പെട്ടു. കുഞ്ഞിന് വേണ്ടിയല്ലേ ഉമ്മ, അതവളുടെ കഴുത്തിൽ കിടന്നോട്ടെ. ജയരാമൻ ആശ്വസിപ്പിച്ചു. മാല കൊടുത്തു വിടുന്ന കാര്യം അവൾ നിന്നോട് പറഞ്ഞോ? ഉമ്മ സുബൈറിനോട് ആരാഞ്ഞു. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അവൾ എങ്ങനെ പറയുമെന്ന് അയാൾ ഓർത്തു. തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസയാണ് തിരിച്ചു വരുമ്പോൾ അവൾ തന്നത്. ആ പണം കൊണ്ട് താൻ അവളുടെ മകൾക്കൊരു മാല വാങ്ങി. ഉമ്മ കുടിക്കാനെടുക്ക്.
ഒന്നും വേണ്ട, എനിക്ക് മറ്റൊരിടത്തു കൂടി പോകണം. ജയരാമൻ ക്ഷണം നിരസിച്ച് എഴുന്നേറ്റു. വീട്ടിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ സുബൈർ കൂടെ ചെന്നു. അവൾക്ക് ശമ്പളം എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇല്ല, കടം വീട്ടാമെന്ന് പറഞ്ഞ് അവൾ പോയത്. സ്ത്രീധന ബാക്കിക്ക് വേണ്ടി കാത്തിരിക്കുക അനിയത്തിമാര്. കിട്ടുന്നതിൽ പാതിയെ അവൾ അയക്കുന്നുള്ളൂ എന്ന് എനിക്കറിയാം. ജയരാമന് സഹതാപം തോന്നി. അവന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടതിന്റെ കടം വീട്ടാനാണ് അവൾ കഷ്ടപ്പെടുന്നത്. ആ കടം വീട്ടിയാൽ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കൂടെ നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് അവൾ വിശ്വസിക്കുന്നു. ഇവനെ പോലൊരുത്തന്റെ കൂടെ ജീവിച്ചാൽ അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രവാസി ആണായാലും പെണ്ണായാലും ഒരു വ്യത്യാസവുമില്ല. ബന്ധുക്കൾക്ക് വേണ്ടത് പണമാണ്. പരിഭവങ്ങളും പരാതികളുമായി നീണ്ടൊരു ലിസ്റ്റുമായി കാത്തിരിക്കുന്ന ബന്ധുക്കൾ. അതിന്റെ ഒഴുക്ക് നിലയ്ക്കുമ്പോൾ പ്രവാസി വെറും കറിവേപ്പില. സന്ധ്യയ്ക്കാണ് ജയരാമൻ വീട്ടിലെത്തിയത്. ബൈക്കിൽ നിന്നിറങ്ങി കുറച്ചു നേരം അയാൾ വീടിന് നേരെ നോക്കി നിന്നു. സിറ്റൗട്ടിൽ നിലവിളക്ക് കത്തുന്നുണ്ട്. നാളെ ഈ വീടിന് മുന്നിൽ വിളക്ക് തെളിയില്ലെന്ന് അയാൾ ഓർത്തു. മരണ വീടാവും. മൃദുലയുടെ ശവമടക്ക് കഴിഞ്ഞ് വീട് വിറങ്ങലിച്ചു നിൽക്കും. വാതിൽ തുറന്ന് മൃദുല പുറത്തു വന്നപ്പോൾ അയാൾ വീട്ടിലേക്ക് കയറി. അവളെ ഗൗനിക്കാതെ അയാൾ അകത്തു കടന്നു. ഹാളിൽ അമൃതയും ചാരുതയും നിൽപ്പുണ്ട്. ചായ എടുക്കട്ടെ? മൃദുല ചോദിച്ചു. വേണ്ട. അയാൾ സ്റ്റെയർ കേസ് കയറിപ്പോയി. അച്ഛൻ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ എന്ന് ആശിച്ചാണ് അമൃത നിന്നത്. എങ്ങനെ അച്ഛൻ തന്നോട് മിണ്ടും? അവൾ വേഗം മുറിയിലേക്ക് നടന്നു. അകത്ത് കയറി ജയരാമൻ ബെഡിൽ നിവർന്നു കിടന്നു. മനസ്സിലെ പ്ലാൻ ഒരിക്കൽ കൂടി ബലപ്പെടുത്തുകയായിരുന്നു അയാൾ. അണുവിട പിഴച്ചു പോകരുത്. ഒരു തുടം എണ്ണ കയ്യിലൊഴിച്ച് ഉച്ചിയിൽ പൊത്തിയപ്പോഴാണ് പുറത്തു നിന്നുള്ള വിളി വിനയൻ മാഷി കേട്ടത്. വിനയ. അയാൾ പൂമുഖത്തേക്ക് വന്നപ്പോൾ ജയരാമൻ കോലായിലേക്ക് കയറി ചാരുപടിയിലിരുന്നു. കുളി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാനിരുന്നതാ. കീരിപ്പാറ ഭദ്രൻ അവിടെ വന്ന വിവരം ഇന്നാ ഞാൻ അറിഞ്ഞത്. നെഞ്ചു കത്തുക. വല്ലത് ഇരിപ്പുണ്ടോ നിന്റേല്? നീ ഇരുന്ന് എരിപൊരി കൊള്ളുന്നല്ലോ. നീ ഒന്ന് കുളിച്ചിട്ട് വാ. ഇരിപ്പില്ലേൽ പുറത്തു പോവാം. വിനയൻ മാഷ് വേഗം അകത്തേക്ക് പോയി. ഒരു ഫുൾ ബോട്ടിൽ റം കുപ്പിയും ഗ്ലാസും ഒരു ജഗ്ഗിൽ വെള്ളവുമായി അയാൾ തിരിച്ചു വന്നു. ഇത് വാങ്ങാനാ കുറച്ച് ലേറ്റ് ആയത്. ഒരു പയ്യനാ ബീവറേജിൽ നിന്ന് സാധനം മേടിച്ചു തരുന്നത്. അവൻ ഇന്ന് പറ്റിച്ചു. ജയരാമൻ അടപ്പ് വലിച്ചു തുറന്ന് കറുത്ത മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നീ അത് ശീലമാക്കല്ലേ ജയരാമ. എനിക്കെന്ത് നോക്കാനാ ഉള്ളത്? അതുപോലല്ല നീ. വെള്ളം ചേർത്ത് ജയരാമൻ ഗ്ലാസ് എടുത്ത് വലിച്ചു കുടിച്ചു. വിനയൻ മാഷ് അകത്തേക്ക് പോയി. കുളി കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ ഓംലെറ്റുമായി അയാൾ വന്നപ്പോൾ കുപ്പി പകുതിയായി കഴിഞ്ഞിരുന്നു. നിലത്ത് തുറച്ചു നോക്കി കുനിഞ്ഞിരിക്കുകയാണ് ജയരാമൻ. വിനയൻ മാഷ് അടുത്ത് വന്നിരുന്നു. എന്താടാ ജയരാമ നിന്റെ മനസ്സിലുള്ളത്? 2 കൊലയും ഇന്ന് നടക്കും. 2 മണിക്കൂറിനിടയിൽ. അയാൾ പിറുപിറുത്തു. വിനയൻ മാഷ് ശക്തിയായി ഞെട്ടി. പകയോടെ ജയരാമൻ മുഖമുയർത്തി ചിരിച്ചു. അയാളുടെ മുഖത്ത് വിയർപ്പു മണികൾ കണ്ടു. നീ ആരെയാ കൊല്ലുന്നതെന്ന് പറ. എല്ലാം കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വരും. രാവിലെ ഞാൻ ദേവിയെ ചെന്ന് കണ്ടു. പാതി സമ്മതം അവൾക്കുണ്ട്. നിങ്ങളുടെ വിവാഹം നടക്കും. രണ്ടിനെയും തീർത്തിട്ട് ജയരാമൻ ഒളിവിലൊന്നും പോവില്ല. പോലീസിന് മുന്നിൽ കീഴടങ്ങും. അതുവരെ നീ ഒന്നും അറിയരുത്. എന്നെ ആരും പിന്തിരിപ്പിക്കരുത്. വിനയൻ മാഷ് മദ്യക്കുപ്പിയിൽ തൊട്ടില്ല. എന്റെ മോൾ അമ്മു എന്റെ നേരെ വിരൽ ചൂണ്ടിയടാ. അച്ഛന് പരസ്ത്രീ ബന്ധമാണ് അവൾ ആരോപിച്ചത്. ദേവിയും ഞാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന്. അതിനേക്കാൾ എന്നെ തകർത്ത് കളഞ്ഞത് ദേവി പറഞ്ഞു വിട്ടിട്ടാണ് ഭദ്രൻ അവളെ ഇല്ലാതാക്കാൻ നോക്കിയതെന്ന്. ജയരാമൻ വിരലുകൾ കൊണ്ട് കണ്ണുകൾ അമർത്തി പിടിച്ചു. അവൾക്കെന്താ അങ്ങനെയൊരു സംശയം തോന്നാൻ? അസമയത്തുള്ള ഭദ്രന്റെ വരവ് തന്നെ. പറയാൻ പാടില്ലാത്തതൊക്കെ അവൻ വിളിച്ചു പറഞ്ഞു. എന്റെ മക്കളെ ഞാൻ കുറ്റം പറയില്ല വിനയ. അവരുടെ ഓരോ ചോദ്യത്തിനും എന്റെ കയ്യിൽ ഉത്തരമില്ല. ഉത്തരങ്ങളൊക്കെ നെഞ്ചിനുള്ളിൽ പൂഴ്ത്തി വെക്കാനേ എനിക്കിപ്പോ കഴിയൂ. ചുണ്ടുകൾ അമർത്തി ജയരാമൻ കരച്ചിൽ അടക്കി നിർത്തി. നീ എന്തിനാ ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്? എന്നെ പോലെ നിനക്ക് വിശ്വാസമില്ലാതെ ആയല്ലോ. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. ഞാൻ തന്നെ അതിന് പരിഹാരവും കാണണം. ഒരു ഗൂഢാലോചനയുടെ പേരിൽ പോലും നീയോ ദേവിയോ ഇതിൽ പെട്ടുപോകാൻ പാടില്ല. എനിക്കതിൽ നിർബന്ധമുണ്ട്. ജയരാമൻ എഴുന്നേറ്റു. നീ ഇറങ്ങുകയാണോ? മണി 10 ഭദ്രൻ കേറി വന്നതോടെ മക്കൾ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അവർ ഉറങ്ങുന്നത് വരെ ഞാൻ അവിടെ ഉണ്ടാവണം. ജയരാമ. വിനയൻ മാഷ് എഴുന്നേറ്റു. ഞാൻ വരും. ഏത് അസമയത്താണെങ്കിലും. ജയരാമൻ മുറ്റത്തേക്ക് ഇറങ്ങി. നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇരുട്ടിൽ അയാൾ ലയിച്ചു പോകുന്നത് നോക്കി വിനയൻ മാഷ് നിന്നു. ഒതുക്കുകൾ ഇറങ്ങി ജയരാമൻ റോഡിലെത്തി.
കട്ട പിടിച്ച ഇരുട്ടിൽ പിന്നാലെ രണ്ട് നിഴൽ രൂപങ്ങൾ ചലിച്ചു തുടങ്ങിയത് മദ്യലഹരിയിൽ ജയരാമൻ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്കുള്ളിൽ കരിവണ്ടുകളുടെ മുരൾച്ച മാത്രമായിരുന്നു. മഞ്ഞ് വീണ പാടത്തിനക്കരെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള മഞ്ഞിച്ച വെളിച്ചം കാണാം. തൊട്ടുമുന്നിൽ ഒരു നിഴൽ രൂപം കണ്ട് ജയരാമൻ പെട്ടെന്ന് നിന്നു. 2 ചുവട് മുന്നോട്ട് വെച്ചെങ്കിൽ അയാളുടെ ദേഹത്ത് ചെന്ന് മുട്ടുമായിരുന്നു. ജയരാമന്റെ പിന്നിലും 2 പേർ നിന്നു. ആരാ? ജയരാമൻ ചോദിച്ചു. ടോർച്ച് വെട്ടം ജയരാമന്റെ മുഖത്ത് വീണു. ആരാന്നാ ചോദിച്ചത്? ടോർച്ച് വെളിച്ചം അയാൾ സ്വന്തം മുഖത്തേക്ക് തിരിച്ചു. മങ്കി ക്യാപ്പ് വെച്ച നീണ്ട മുഖം, കമ്പിമുന പോലെ പിരിച്ചുവെച്ച മീശ. അങ്ങനെയൊരു മുഖം കണ്ടിട്ടുള്ളതായി ജയരാമന് ഓർമ്മ വന്നില്ല. പവിത്രൻ, കുണ്ടായി പവിത്രൻ. ഒരു കരുതൽ ജയരാമന്റെ മനസ്സിലുണ്ടായി. അയാൾ ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങിയതും ആരുടെ ദേഹത്ത് തട്ടി. അടുത്ത നിമിഷം പിന്നിൽ നിന്ന് 2 പേരും ജയരാമനെ കടന്നു പിടിച്ചു. ജയരാമൻ ഒന്ന് കുതറാൻ പോലും കഴിഞ്ഞില്ല. കഴുത്തിൽ കൈ ചുറ്റിയുള്ള പിടിയായിരുന്നു ഒരാളിൻ്റേത്. കാറയിട്ട് ഒച്ച പുറത്തു വന്നില്ല. നീ തല്ലി ചതച്ചത് എന്റെ പിള്ളേരെയാ. നിന്നെ ഞാനങ്ങ് വിടുമെന്ന് നീ കരുതിയോടാ? കുണ്ടായി പവിത്രൻ മുരണ്ടു. മഹേഷിന്റെ കെണി ജയരാമൻ തിരിച്ചറിഞ്ഞു. ജീവിതത്തിനും മരണത്തിനും മുന്നിലുള്ള നിമിഷമാണിത്. എന്നാൽ പിന്നെ നീ അങ്ങ് പോയി ജയരാമ. മറ്റുള്ളവര് സന്തോഷത്തോടെ ജീവിക്കട്ടെ. കുണ്ടായി പവിത്രൻ 2 ചുവട് പിന്നോട്ട് വെച്ചു. ഏത് നിമിഷവും അയാൾ ഇരച്ചു മുന്നോട്ട് വരുമെന്ന് ജയരാമൻ കണക്കുകൂട്ടി. കയ്യിൽ നീട്ടിപ്പിടിച്ച കത്തിയും ഉണ്ടാവും. അത് തന്നെ സംഭവിച്ചു. ജയരാമൻ കുതറി തിരിഞ്ഞതും നെഞ്ചിന് നേരെ വന്ന കത്തി ഇടത് തോളിന് താഴെ കയ്യിൽ തുളച്ചു കയറി. ലക്ഷ്യം തെറ്റി പവിത്രൻ കത്തി വലിച്ചൂരിയതും ജയരാമൻ അയാളുടെ വയറ്റിൽ തൊഴിച്ചു. പവിത്രൻ ബാലൻസ് തെറ്റി പിന്നിലേക്ക് മലർന്നുപോയി. കഴുത്തിൽ ചുറ്റിയ കൈകൾ ജയരാമന് പിടികിട്ടി. സർവശക്തിയും എടുത്ത് വലത് കൈകൊണ്ട് ആ പിടി അയാൾ പറിച്ചു മാറ്റി. വിനയ! ജയരാമൻ ഉച്ചത്തിൽ വിളിച്ചു. അരയിൽ ചുറ്റി പിടിച്ചവന്റെ മുഖത്ത് ജയരാമൻ കൈമുട്ടുകൊണ്ട് തെരുതെരെ ഇടിച്ചു. കുണ്ടായി പവിത്രൻ പാഞ്ഞെടുത്തതും ജയരാമൻ വട്ടം കറങ്ങി. അരയിലെ പിടിവിട്ടതും അയാൾ പാടത്തേക്ക് എടുത്തു ചാടി. നെൽച്ചിടികൾക്കിടയിൽ ജയരാമൻ വീണു. നെൽമണികൾ പഴുത്തു നിന്ന പാടമായിരുന്നു. നിലം പറ്റി അയാൾ അനങ്ങാതെ കിടന്നു. റോഡിൽ നിന്ന് ടോർച്ച് വെട്ടം പാടത്തേക്ക് നീണ്ടുവന്നു. അവർ ഓരോരുത്തരായി പാടവരമ്പിലേക്ക് ചാടുന്നത് ജയരാമൻ അറിഞ്ഞു. അയാൾ കൈകൊണ്ട് പരതിയപ്പോൾ ഒരു തടി കഷ്ണം തടഞ്ഞു. അതൊരു ഓലമടലായിരുന്നു. നോക്ക്, അവൻ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. ടോർച്ച് വെട്ടം മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവിടെ കിടന്ന് ജയരാമൻ ഓലമടൽ ചുഴറ്റി മുന്നോട്ടെറിഞ്ഞു. നെൽമണികളുടെ തലപ്പിലൂടെ എന്തോ ഓടിപ്പോകുന്നത് ടോർച്ചടിച്ചു നിന്ന കുണ്ടായി പവിത്രൻ കണ്ടു. അതാ അവൻ. വിടരുത്! 3 പേരും പാടവരമ്പിലൂടെ അനക്കമുണ്ടായ ഭാഗത്തേക്ക് ഓടി. മുറിവിൽ പൊത്തിപ്പിടിച്ച് ജയരാമൻ മുട്ടിലിഴഞ്ഞ് വരമ്പത്തേക്ക് നീങ്ങി. തലയുയർത്തിയപ്പോൾ അടുത്ത കണ്ടത്തിൽ അവർ തന്നെ തിരിയുന്നത് കണ്ടു. വാഴകളുടെ മറപറ്റി ജയരാമൻ റോഡിൽ കയറി. അവിടെ നിന്ന് പട്ടത്താനം വീടിന് നേരെ അയാൾ ഓടി. വിനയ! ജയരാമൻ ഉറക്കെ വിളിച്ചു. മദ്യക്കുപ്പി കയ്യിലെടുത്ത വിനയൻ മാഷ് ആ വിളി കേട്ടു. അയാൾ മുറ്റത്തേക്ക് ചാടി ഓടി വന്നു. ജയരാമ, ഞാനിവിടെയുണ്ട്. ചതഞ്ഞ സ്വരം കേട്ട ഭാഗത്തേക്ക് വിനയൻ മാഷ് ഓടിയെത്തി. എന്താടാ? ഇടത് കൈ ഉയർത്തിപ്പിടിച്ച് ജയരാമൻ നിൽക്കുന്നത് അരണ്ട വെളിച്ചത്തിൽ അയാൾ കണ്ടു. കയ്യിൽ ഒരു കുത്തു കിട്ടിയിട്ടുണ്ട്. അയ്യോ, ആരാടാ? അറിയില്ല. പേടിക്കാനൊന്നുമില്ല. അവരെവിടെ? ഞാൻ രക്ഷപ്പെട്ടതാ. കുറെ പേരുണ്ടായിരുന്നു. ദൈവമേ! ജയരാമ, എനിക്കിനിയും സമയമുണ്ടെന്ന് ബോധ്യമായി. ഇടത് കൈ പൊത്തിപ്പിടിച്ച് ജയരാമൻ വീടിന് നേരെ നടന്നു. വിരലുകൾക്കിടയിലൂടെ ചോര ഒഴുകുന്നത് അയാൾ അറിഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് കയറിയതും ജയരാമൻ കസേരയിൽ വീണു. വിനയൻ മാഷ് വാതിലിൽ തട്ടി. മൃദുലേ! അയാൾ ജയരാമന്റെ നേരെ ഓടിച്ചെന്നു. ജയരാമ, ചോര കുതിച്ചൊഴുകുന്നടാ. ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ വണ്ടി വിളിക്കാം. നീ ഒന്ന് സമാധാനമായി നിൽക്ക്. കുട്ടികളെ കൂടി പേടിപ്പിക്കാതെ. വാതിൽ തുറന്ന് മൃദുലയും ചാരുതയും പുറത്തു വന്നു. അയ്യോ, ജയേട്ടൻ എന്തു പറ്റി? അവൾ പരിഭ്രമിച്ച് അടുത്തേക്ക് ഓടി വന്നു. മൃദുല, ഒരു തുണിയെടുക്ക് വേഗം. എന്റെ ദൈവമേ! കൊല്ലാൻ ആളെ വിട്ടിട്ട് അവൾ നടത്തുന്ന അഭിനയം കണ്ടപ്പോൾ ജയരാമന്റെ മുറിവിലൂടെ ചോര കുതിച്ചു ചാടി. വിനയൻ മാഷ് ഫോൺ എടുത്ത് ഓട്ടോക്കാരനെ വിളിച്ചു. എത്രയും പെട്ടെന്ന് വിനയന്റെ വീട്ടിലെത്താൻ പറഞ്ഞു. എന്താ എന്താ അമൃത സിറ്റൗട്ടിൽ വന്നു. മൃദുല അകത്തേക്ക് ഓടി. ചോര കണ്ടതും അവൾ നിലവിളിച്ചു. അച്ഛാ! അവൾ ഓടി വന്ന് അയാൾക്കടുത്ത് മുട്ടുകുത്തി നിന്നു. എന്റെ അച്ഛൻ എന്താ പറ്റിയേ? അയ്യോ, ചോര വരുന്നല്ലോ. അയാളുടെ മുഖത്ത് നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. ഒന്നുമില്ല മോളെ,
അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. ജയരാമൻ ചിരിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു. ചാരുത വിറങ്ങലിച്ച് നിന്നതേയുള്ളൂ. ആരാ എന്റെ അച്ഛനെ ഉപദ്രവിച്ചത്? പറ വിനയനെങ്കിലേ. എന്റെ അച്ഛനെ ആരോ കൊല്ലാൻ നോക്കി. അയാളുടെ കാൽമുട്ടി ചുറ്റിപ്പിടിച്ച് അവൾ കരഞ്ഞു. ഒന്നും പറ്റിയില്ല മോളെ. അങ്ങനെ ആർക്കെങ്കിലും അച്ഛനെ കൊല്ലാൻ പറ്റുമോ? അച്ഛന്റെ മക്കൾ അനാഥരായി പോവില്ലേ? ധൈര്യം പകർന്ന് ജയരാമൻ ചിരിച്ചു. തന്റെ മകൾ ഇത്രയേയുള്ളൂ. എന്നോട് പൊറുക്കണേ അച്ഛാ. അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞു. അച്ഛനോട് മോൾ ഒരു തെറ്റും ചെയ്തില്ല, കരയണ്ട. മൃദുല ഒരു മുണ്ടുമായി വന്നു. വിനയൻ മാഷ് അത് വാങ്ങി കീറി മുറിവിൽ ചുറ്റിക്കെട്ടി. ഇടതു കൈയിൽ തോളിനും കൈമടക്കിനും മുകളിലെ മുറിവ് മൃദുല കണ്ടു. വെള്ള തുണി നിമിഷം നേരം കൊണ്ട് ചുവന്നു. ആരാ ഇത് ചെയ്തത്? പറയച്ച. ഇരുട്ടല്ലേ? എങ്ങനെ അറിയാനാ മോളെ? അയാള് തന്നെയാ ഭദ്രൻ. മൃദുല കണ്ണു തുടച്ചു. ഭദ്രനാണോ? വിടരുതവനെ. ആരാന്ന് എനിക്കറിയില്ല വിനയ. കുറെ പേരുണ്ടായിരുന്നു. ഒന്നെനിക്കറിയാം, ഭദ്രൻ ആണൊരുത്തന. ഇരുട്ടിന്റെ മറപറ്റി അവൻ വരില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ നേർക്കുനേർ വന്ന് അവൻ ചെയ്യും. ഇത് എന്റെ മോളുടെ ജീവനെടുക്കാൻ വന്നവർ തന്നെ. ഒരു ഉൾക്കിടലം മൃദുലയിൽ ഉണ്ടായി. ഈശ്വര, ഇനി മഹി അയച്ച ആരെങ്കിലും ആണോ? നിന്നോടൊന്ന് സൂക്ഷിക്കണമെന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. നീ അത് ചെവിക്കൊണ്ടില്ല. നിനക്കെന്തെങ്കിലും പറ്റിയ മൃദുലയ്ക്കും കുട്ടികൾക്കും ആരാടാ ഉള്ളത്? ജയരാമൻ അങ്ങനൊന്നും തീർന്നു പോയില്ല വിനയ. എന്തിനും മീതെ ദൈവം എന്നൊന്നുണ്ട്. ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് ഈശ്വരൻ അറിയാം. എന്നെ കൂടാതെ അതറിയുന്നത് ദൈവം മാത്ര. എന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അത്രേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ. വാക്കുകൾ കടിച്ചമർത്തി അയാൾ പറഞ്ഞു. മൃദുല കുറച്ച് വെള്ളമെടുക്ക്, ചോര കുറെ പോയി. വിനയൻ മാഷ് ആവശ്യപ്പെട്ടു. മൃദുല അകത്തേക്കോടി. ഭദ്രനല്ലെങ്കിൽ പിന്നെ ആരാ ജയരാമ? വിനയൻ മാഷ് പതർച്ചയോടെ അടുത്തു വന്നു. ഇപ്പോ ഇരുട്ടല്ലേ, ഒന്നും തെളിയില്ല. വെളിച്ചം വരട്ടെ, അപ്പോ മുഖങ്ങൾ ഒന്നൊന്നായി തെളിയും. ജയരാമന്റെ ഓരോ വാക്കും അമൃതയുടെ മനസ്സിൽ സ്പർശിച്ചു. മോൾ എണീക്ക്. ഇത് 2 or 3 സ്റ്റിച്ചിൽ തീരുന്നതേയുള്ളൂ. അയാൾ ചോരക്കറ പറ്റിയ കൈകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛാ, എന്തിനാ എന്റെ മോള് പേടിക്കണേ? അച്ഛന് തൻ്റെതായിട്ടൊരു ജീവിതമില്ല. എനിക്കെല്ലാം എന്റെ മക്കളാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരയിൽ കൊണ്ടെത്തിക്കാതെ അച്ഛനൊന്നും സംഭവിക്കില്ല. മൃദുല ഒരു ചെക്കിൽ വെള്ളവുമായി വന്നു. കയ്യിലിരുന്ന ഗ്ലാസ്സിൽ അവൾ വെള്ളമൊഴിച്ചപ്പോൾ വിറ കാരണം നിലത്ത് വീണു. ഗ്ലാസ് അവൾ അയാളുടെ നേരെ നീട്ടി. കുടിക്ക് ജയേട്ടാ. തന്റെ ശവമടക്ക് കാണാൻ മോഹിച്ചവൾ വെച്ച് നീട്ടുന്ന ദാഹജലം വാങ്ങാൻ അയാൾക്ക് മനസ്സ് തോന്നിയില്ല. വേണ്ട. അമൃത ഗ്ലാസ് വാങ്ങി. അച്ഛൻ കുടിക്ക്. മകളുടെ കയ്യിൽ നിന്ന് അയാൾ ഗ്ലാസ് വാങ്ങി. അയാൾ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ മൃദുലയ്ക്കൊരു വീർപ്പുമുട്ടലുണ്ടായി. ഓട്ടോ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. വണ്ടി വന്നു, ഇറങ്ങ്. വിനയൻ മാഷ് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാനും വരുന്നു, ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ, മൃദുല പെട്ടെന്ന് പറഞ്ഞു. മൃദുല വരണ്ട. ഇവിടെ കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ. ജയരാമന്റെ കൂടെ ഞാൻ മതി, വിനയൻ മാഷ് പറഞ്ഞു. ജയരാമൻ മുറ്റത്തിറങ്ങി ഓട്ടോയുടെ നേരെ നടന്നു. പിന്നാലെ വിനയൻ മാഷും ചെന്നു. ദൈവമേ, എന്ത് സമാധാനത്തിൽ ഞാനിവിടെ നിൽക്കും? നിങ്ങളെ തനിച്ചാക്കി പോകാനും മനസ്സ് വരുന്നില്ല. മൃദുല സങ്കടപ്പെട്ടു. ഓട്ടോ പുറത്തേക്ക് പോകുന്നതുവരെ മൃദുലയും കുട്ടികളും സിറ്റൗട്ടിൽ നിന്നു. അച്ഛനെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞതിന് കാരണം ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഭദ്രൻ പതുങ്ങിയിരുന്ന് കൊല്ലാൻ നോക്കിയതാ. എന്റെ ദൈവവിളി കൊണ്ടാ ജീവൻ തിരിച്ചു കിട്ടിയത്. മൃദുല സാരി തലപ്പ് പിടിച്ച് കണ്ണും മുഖവും തുടച്ചു. ഇനിയെങ്കിലും ജയേട്ടൻ ഗൾഫിലേക്ക് പോയാ മതിയായിരുന്നു. കൊല്ലാൻ അങ്ങനെ ഒരാൾ വന്നാൽ പേടിച്ചോടി പോകാൻ പറ്റുമോ? ആദ്യം എന്നെ ഇല്ലാതാക്കാനല്ലേ നോക്കിയത്? ഞാൻ എങ്ങും പോയില്ലല്ലോ. പിന്നെ ഭദ്രനല്ല അത് ചെയ്തതെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? ഇനി ആരാന്നാ അറിയണ്ടേ? അമൃത തിരിച്ചു ചോദിച്ചു. അങ്ങനല്ലേ നിങ്ങളുടെ അച്ഛന് പറയാൻ കഴിയൂ? ഭദ്രൻ തന്നെ, അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. മൃദുല തീർത്തു പറഞ്ഞു. ദേവിയുടെ ആളല്ലേ ഭദ്രൻ. അച്ഛനെ കൊന്നാൽ ദേവിക്ക് എങ്ങനെ അച്ഛനെ കിട്ടും? മൃദുലയ്ക്ക് പെട്ടെന്ന് മൊഴിമുട്ടി. അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞല്ലേ ചേച്ചി അയാൾ ഇവിടെ വന്നത്? ചാരുത ചോദിച്ചു. നിങ്ങൾ അകത്തേക്ക് കയറ്, അയാൾ ഇവിടം വിട്ടു പോയിട്ടുണ്ടാവില്ല. മൃദുല തിടുക്കം വെച്ചു. വാ ചേച്ചി. ചാരുത അമൃതയെ പിടിച്ചു അകത്ത് കയറി. മൃദുല വാതിലടച്ചു കുറ്റിയിട്ടു. ഞാൻ മഹിയെ വിളിച്ചു പറയാം, അവൻ ഹോസ്പിറ്റലിലേക്ക് പോകും. മൃദുല ഫോൺ എടുക്കാൻ പോയി. നീ എന്താ അച്ഛന്റെ അടുത്തേക്ക് പോലും വരാതിരുന്നത്? അച്ഛനൊരു ആപത്ത് പറ്റിയ പിന്നെ നമുക്ക് ആരാടിയുള്ളത്? ദേഷ്യം തീർക്കേണ്ട സമയം ഇതാണോ? അമൃതയുടെ ചോദ്യത്തിന് ചാരുത മറുപടി പറഞ്ഞില്ല. എന്നെയും അച്ഛനെയും അപായപ്പെടുത്താൻ നോക്കിയത് ഒരാൾ തന്നെയാ. അതാരാന്ന് അച്ഛനും അറിയാം.
നീ കരുതും പോലെ ഭദ്രനൊന്നുമല്ല. അച്ഛൻ അത് പുറത്തു പറയാതിരിക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. എന്ത് കാര്യം? അത് അച്ഛനല്ലേ അറിയൂ. ഇത് ദേവിയുമായി ബന്ധപ്പെട്ട കാര്യമേയല്ല. മൃദുല ഒറ്റ ശ്വാസത്തിൽ മഹിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അമൃതയും ചാരുതയും മുറിയിൽ വന്നു. തന്റെ മനസ്സിലെ ചോദ്യം അവനുമായി പങ്കിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. അമ്മുവും ചാരും എന്റെ അടുത്തുണ്ട്. അവർ വല്ലാണ്ട് പേടിച്ചിരിക്കുക. ഭദ്രൻ ഈ പരിസരത്ത് തന്നെയുണ്ട്. എങ്ങനെ ഞാൻ ജയേട്ടന്റെ കൂടെ പോകാനാ? എന്റെ മക്കളെയും അയാൾ നോട്ടമിട്ടതാ. മുറിവ് എങ്ങനെയുള്ളതാ? നെഞ്ചിലാണോ കുത്തേറ്റത്? തോളിന് താഴെ കയ്യില. 4-5 സ്റ്റിച്ച് വേണ്ടി വരുമെന്നാ തോന്നുന്നത്. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. മഹി ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ചെല്ല്. പറഞ്ഞയക്കാൻ ഞങ്ങൾക്ക് മഹിയല്ലേ ഉള്ളൂ. ശരി, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. എറണാകുളത്ത് നിന്ന് പുറപ്പെടാൻ പോകുന്നതേയുള്ളൂ. മൃദുല സംസാരം അവസാനിപ്പിച്ചു. അമൃതയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയായിരുന്നു. ദേവിയെ നേരിട്ടൊന്ന് കാണണം. രാത്രി 12 മണിയോടെ ജയരാമനെ റൂമിലേക്ക് കൊണ്ടുവന്നു. കിടക്കാൻ കൂട്ടാക്കാതെ ട്രിപ്പിട്ട കൈ നീട്ടിവെച്ച് അയാൾ കട്ടിലിന്റെ ക്രാസിയിൽ ചാരിയിരുന്നു. പേടിക്കാനൊന്നുമില്ലെന്നും ചെറിയ മുറിവ് മാത്രമേ പറ്റിയിട്ടുള്ളൂ എന്നും വിനയൻ മാഷ് മൃദുലയെ വിളിച്ചറിയിച്ചു. നീ കിടക്ക് ജയരാമ. എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. കിടത്താൻ നോക്കിയവരുടെ മുന്നിൽ ജയരാമൻ എഴുന്നേറ്റിരിക്കും. അതിനുള്ള ഇരിപ്പ. ഈ തീക്കളി ഇനിയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. നീ ആരെയൊക്കെയോ കൊല്ലാൻ സമയം കുറിച്ചു. അത് മനസ്സിലാക്കി അവർ ആ ദിവസം തന്നെ നിന്നെ തേടി വന്നു. നീ കളിക്കുന്നത് ചില്ലറക്കാരോടല്ലെന്ന് നിനക്ക് ഇനിയും ബോധ്യം വന്നില്ലേടാ? ചാരിയിരുന്ന വാതിൽ തുറന്ന് പരിഭ്രമത്തിൽ മഹേഷ് അകത്തേക്ക് വന്നു. ഏത് നിമിഷവും പ്രതീക്ഷിച്ചവൻ മുന്നിലെത്തിയപ്പോൾ ജയരാമന്റെ ചുണ്ടിലൊരു വിജയച്ചിരി മിന്നി. കേട്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. നിന്റെ വിഷമം എനിക്കറിയാം മോനെ. എറണാകുളത്ത് നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോഴാ മൃദുലാന്റിയുടെ കോൾ വന്നത്. ഈ മുറിവല്ലാതെ മറ്റെന്തെങ്കിലും പറ്റിയോ? അവൻ അടുത്തു വന്ന് ജയരാമനെ ആകമാനമൊന്ന് നോക്കി. ഇല്ലടാ, ഒരാളെ കൊല്ലണമെന്ന് മറ്റൊരാൾ മാത്രം ഉറപ്പിച്ചാൽ മതിയോ? മരിക്കുന്നവനും ഒരു സമയമില്ലേ? അത് തന്നെ എന്റെ കാര്യത്തിലും സംഭവിച്ചത്. കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയവർ ഓർത്തിരിക്കേണ്ട പാഠമാ അത്. ജയരാമൻ അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. അയാൾ മണ്ടനാണെങ്കിലും പറയുന്നത് സത്യമാണെന്ന് മഹേഷിനും തോന്നി. ഒടുക്കത്തെ ആയുസ് തന്നെ. ജയൻ മാമ ആളെ തിരിച്ചറിഞ്ഞോ? ഇല്ലടാ മോനെ. വിനയന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോഴാ സംഭവം. കട്ട പിടിച്ച് ഇരുട്ടായിരുന്നു. 2-3 പേർ ചാടി വീണത് മാത്രമേ അറിയൂ. അവന്റെ മുഖത്ത് നിന്ന് ജയരാമൻ കണ്ണെടുത്തില്ല. ഇപ്പോ എനിക്കൊരു ധൈര്യമുണ്ട്. ആരൊക്കെ ഒളിഞ്ഞിരുന്ന് എന്ത് ചെയ്താലും എന്നെ അത്ര പെട്ടെന്ന് തീർത്തു കളയാൻ പറ്റില്ലെന്ന്. മരിക്കേണ്ട സമയമായെങ്കിൽ ഇന്ന് തന്നെ ഞാൻ തീരേണ്ടതായിരുന്നു. ഭദ്രൻ തന്നെയാ ഇത് ചെയ്തത്. അതിലൊരു സംശയം വേണ്ട. അയാളെ ഇനി വെറുതെ വിടരുത്. നീ വീട്ടിലേക്ക് ചെല്ല്. മണിച്ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കയ്യിലൊരു മുറിവ്, അത് കരിഞ്ഞുകൊള്ളും. ജയൻ മാമ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകും? ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സമ്മതിക്കാത്തതാ. 4-5 തുന്നിക്കെട്ടേയുള്ളൂ. എന്തായാലും എന്റെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു. ബിസിനസിന്റെ കാര്യേ ഇനി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങട്ടെ. അതിനൊക്കെ സമയമുണ്ട്. ജയരാമൻ മൂളി. നീ ചെല്ല്. ഇന്ന് മണിച്ചേച്ചിയോട് വിവരമൊന്നും പറയണ്ട. നാളെ പറഞ്ഞാ മതി. എന്നാൽ ഞാൻ രാവിലെ മൃദുല ആന്റിയെയും കുട്ടികളെയും കൂട്ടി വരാം. ജയരാമൻ ശിരസ്സനകി. അവനെ ഞാൻ വെറുതെ വിടില്ല. ജയൻ മാമ അതിൽ ഇടപെടുകയും വേണ്ട. ജയരാമൻ പിന്നോട്ട് നീങ്ങിയിട്ട് കട്ടിലിലേക്ക് ചാഞ്ഞു. വിനയൻ മാഷ് അയാളെ പിടിച്ചു കിടത്തി. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കാം. നീ ചെന്ന് കിടക്ക്. ഉറങ്ങ്. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് കുറെ ടെൻഷനായതല്ലേ? മഹേഷിന്റെ സെൽ റിങ് ചെയ്തു. നീ ആ ഫോൺ എടുക്ക്. ഈ നേരത്തെ വിളിക്കണമെങ്കിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ആവും. മഹേഷ് ഫോൺ എടുത്തു. കുണ്ടായി പവിത്രന്റെ കോളായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി ജയരാമൻ കിടന്നു. എന്നാ ആന്റിയെയും കൂട്ടി ഞാൻ രാവിലെ വരാം. മഹേഷ് ഫോണുമായി പുറത്തേക്ക് നടന്നു. സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ മഹേഷ് കോൾ എടുത്തു. തന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. സാറേ, അത് ചീറ്റിപ്പോയി. ഞാനത് അറിഞ്ഞടോ. എന്തിനു കൊള്ളാം തന്നെ. അയാളെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടിട്ടാ ഞാൻ ഇറങ്ങുന്നേ. എന്റെ സാറേ, താഴെ പാടത്ത് ചാടി അവൻ രക്ഷപ്പെട്ടത്. പിടിച്ച പിടിയിലൊന്നും നിൽക്കണ ആളല്ല. 4 ആളിന്റെ കരുത്ത അവന്. എന്തെങ്കിലും സംശയം തോന്നിയോടാ അയാൾക്ക്? ഒന്നുമില്ല സാറേ. സംസാരമൊന്നും ഉണ്ടായില്ല. പിന്നീന്ന് 2 ആള് പിടിച്ചതും മുന്നീന്ന് ഞാൻ കുത്തി. എന്നെ ചവിട്ടി മലർത്തിയ അവൻ താഴേക്ക് ചാടിയത്. മഹേഷിന്റെ ഉടൽ വിറച്ചു. താൻ ഫോൺ വെക്ക്.
മുന്നീന്നും പിന്നീന്നും ഒലത്തിയിട്ട് അയാൾ ഇപ്പോഴും പയറുപോലെ ഇരിപ്പുണ്ട്. മഹേഷ് കോൾ കട്ട് ചെയ്തു. ഇനി വേണ്ടത് എന്താണെന്ന് തനിക്കറിയാം. ഭദ്രനെ വെച്ചുകൊണ്ടുള്ള കളി തന്നെ. രാവിലെ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് വിനീൻ മാഷ് കണ്ണു തുറന്നത്. വാതിൽ തുറന്നപ്പോൾ മൃദുലയും കുട്ടികളും അകത്തേക്ക് വന്നു. ജയരാമൻ എഴുന്നേറ്റിരുന്നു. അച്ഛാ. അമൃത അയാളുടെ അടുത്ത് വന്നിരുന്നു. മോൾ എന്തിനാ വന്നത്? റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ? ദേ, അച്ഛന്റെ കയ്യിൽ 4-5 തുന്നിക്കെട്ടേ ഉള്ളൂ. അവൾ അയാളുടെ കൈത്തണ്ട തഴുകി. അവൾക്ക് പ്രകടമായൊരു മാറ്റം വന്നതുപോലെ ജയരാമന് തോന്നി. ഞാൻ ചായ വാങ്ങിക്കൊണ്ടുവരാം, വിനീൻ മാഷ് പറഞ്ഞു. ഫ്ലാസ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൃദുല കവറിൽ നിന്ന് ഫ്ലാസ്ക് എടുത്ത് അയാൾക്ക് കൊടുത്തു. വിനീൻ മാഷ് പുറത്തേക്ക് പോയി. മഹി വിവരമറിയാൻ ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു. അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. രാവിലെ നിന്നെയും കൂട്ടി വരുമെന്ന് അവൻ പറഞ്ഞത്. ജയരാമൻ അർത്ഥം വെച്ചു പറഞ്ഞു. അതുവരെ ഞങ്ങൾ എങ്ങനെ വീട്ടിൽ നിൽക്കും? ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോന്നു, മൃദുല സങ്കടത്തോടെ പറഞ്ഞു. മോൾ എന്താ അകന്ന് നിൽക്കുന്നേ? അച്ഛന് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീ ദേവിയെ കാണാൻ പോയത് ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ ശരിയാണ്. നീ കേട്ടതും അറിഞ്ഞതുമൊക്കെ അത്തരം കാര്യങ്ങളാ. അച്ഛനോ അമ്മയ്ക്കോ അരുതാത്ത ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഒരു മക്കളും സഹിക്കില്ല, പ്രതികരിക്കണം. മൃദുലയുടെ മുഖത്തെ പിടച്ചിൽ അമൃത ശ്രദ്ധിച്ചു. പക്ഷേ മോള് കരുതുന്നത് പോലൊന്നുമല്ല കാര്യങ്ങൾ. അച്ഛന് സ്വന്തമെന്ന് പറയാൻ നിങ്ങളല്ലാതെ ആരാ ഉള്ളത്? എന്റെ 2 കണ്ണുകളാ നിങ്ങൾ. അത് കുത്തിപ്പൊട്ടിച്ച് അന്ധനായിട്ട് അച്ഛൻ എന്താ മക്കളെ നേടുന്നത്? ജയരാമന്റെ ഒച്ച ഇടറി. അച്ഛാ. അമൃത ജയരാമന്റെ വലത് ചുമലിലേക്ക് നെറ്റി ചേർത്ത് കരഞ്ഞു. ഞാൻ അച്ഛനോട് മോശമായി പെരുമാറി. എന്നോട് അച്ഛൻ പൊറുക്കണേ. അവളുടെ മാറ്റം മൃദുലയെ ഞെട്ടിച്ചു കളഞ്ഞു. അച്ഛനൊന്ന് നൊന്തപ്പോൾ ശത്രുവായി കണ്ട മക്കൾ കളം മാറ്റി ചവിട്ടി. കരയല്ലേ മക്കളെ, അച്ഛനോടാ നിങ്ങൾ ക്ഷമിക്കേണ്ടത്. മക്കൾക്ക് അച്ഛനെ മനസ്സിലാക്കാൻ സമയവും സാഹചര്യവും നൽകാൻ കഴിയാതെ പോയതാ എന്റെ തെറ്റ്. ലക്ഷങ്ങൾ കയ്യിലേക്ക് വരുമ്പോൾ അത് പോരെന്ന ആവശ്യമായിരുന്നു എനിക്ക്. 5-10 വർഷം, അതിനപ്പുറം നിങ്ങളെ വിട്ട് ഞാൻ ജീവിക്കാൻ പാടില്ലായിരുന്നു. മൃദുലയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. താൻ ജയേട്ടനെതിരെ കുന്തമുന പോലെ നിർത്തിയ മകൾ അച്ഛന്റെ ഭാഗം ചേർന്നിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ പാടെ തകിടം മറിഞ്ഞത്. നീ ഇങ്ങ് വാ, ജയരാമൻ ചാരുതയെ അടുത്തേക്ക് വിളിച്ചു. അവൾ അറച്ചു നിന്നു. ചെല്ലു മോളെ, അച്ഛനല്ലേ വിളിക്കുന്നത്, മൃദുല പറഞ്ഞു. ചാരുത ജയരാമന്റെ അടുത്ത് ചെന്നു. അയാൾ വാത്സല്യത്തോടെ അവളുടെ ശിരസിലും നെറ്റിയിലും സ്പർശിച്ചു. അച്ഛൻ ദേവിയെ കാണാൻ പോയത് എന്തിനാന്ന് മോൾക്ക് അറിയണോ? അച്ഛൻ തന്നെ പറയാം. ദേവിയും വിനീൻ മാഷും തമ്മിലൊരു ബന്ധം ഞാൻ ആഗ്രഹിച്ചു. വിനീന് അതിൽ താല്പര്യമുള്ളത് അറിഞ്ഞ അവളെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞത്. സത്യം അതാണ് മോളെ. ഒരു നടുക്കം മൃദുലയിൽ ഉണ്ടായി. അമൃത മുഖമുയർത്തി നിറകണ്ണോടെ അയാളെ നോക്കി. ഞാനും ദേവിയും തമ്മിൽ പാടില്ലാത്ത ഒരു ബന്ധവും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന് നിങ്ങളുടെ അമ്മയ്ക്കറിയാം. നിങ്ങളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലിക്ക് വില കൽപ്പിക്കുന്നവനാ ഞാൻ. ഒരു കാലത്തും ആ സത്യം അച്ഛൻ തെറ്റിക്കില്ല. പ്രകമ്പനം കൊണ്ട മനസ്സോടെ മൃദുല നിന്നു. വിനീൻ മാഷിന്റെ പിന്നാലെ ഒരു പോലീസ് ഇൻസ്പെക്ടറും 2 പോലീസുകാരും അകത്തേക്ക് വന്നു. അമൃതയും ചാരുതയും പേടിച്ചു മൃദുലയുടെ അടുത്തേക്ക് മാറി. ജയരാമൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വേണ്ട, ഇൻസ്പെക്ടർ കസേര വലിച്ചിട്ട് അടുത്തിരുന്നു. എല്ലാവരും അല്പനേരം പുറത്തു നിൽക്ക്, ഒരു പോലീസുകാരൻ പറഞ്ഞു. വിനീൻ മാഷും മൃദുലയും കുട്ടികളും പുറത്തിറങ്ങി. കേസൊന്നും തന്നിരുന്നില്ല സാറേ, ജയരാമൻ പറഞ്ഞു. കേസ് കിട്ടിയല്ലോ. നിങ്ങളുടെ ബന്ധുവല്ലേ മഹേഷ്? അതെ, അയാളാ പെറ്റീഷൻ തന്നത്. എന്താ സംഭവിച്ചത്? ജയരാമൻ വിവരങ്ങളെല്ലാം പറഞ്ഞു. കുണ്ടായി പവിത്രന്റെ പേര് മാത്രം അയാൾ മറച്ചുവെച്ചു. കീരിപ്പാറ ഭദ്രൻ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞ് വടിവാളുമായി വീട്ടിൽ വന്നില്ലേ? അത് സത്യമാ. പക്ഷേ ഇരുട്ടത്ത് അവൻ അതിന് തുനിയില്ല സാറേ. ഇൻസ്പെക്ടർ ചിരിച്ചു. അവൻ എന്താ നേരും നിറയുമില്ല ക്രിമിനൽ എന്നാണോ നിങ്ങൾ പറയുന്നത്? കീരിഭദ്രനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അയാളുടെ പെങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തോ അലിഗേഷൻസ് ഉണ്ടല്ലേ? അത് തെറ്റിദ്ധാരണയാ സാർ. എന്ത് ധാരണയായാലും അങ്ങനെയൊരു സംസാരമില്ലേ? അതും പറഞ്ഞല്ലേ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്നത്? അതെ. ആ, മുറിവ് അത്ര സീരിയസ് അല്ലെന്ന് ഹോസ്പിറ്റലിലെ വൂണ്ട് സർട്ടിഫിക്കറ്റ് കണ്ടു. ശരി, ഞാൻ വീണ്ടും വരാം. ഭദ്രനെ കൊടുക്കാനുള്ള ശ്രമമാണ് മഹേഷിൻ്റെതെന്ന് ജയരാമന് മനസ്സിലായി. ഇൻസ്പെക്ടറും പോലീസുകാരും പുറത്തേക്ക് പോയി. ഒരു പ്ലേറ്റിൽ 7-8 ഇഡലിയും ചട്നിയുമായി ദേവി പാർവതി പൂമുഖ കോലായിലേക്ക് വന്നു. സ്കൂളിലേക്ക് പോകാനുള്ള വേഷത്തിലായിരുന്നു അവൾ. കോട്ടൺ സാരി, നെറ്റിയിൽ മെറൂൺ വട്ടപ്പൊട്ട്, മഞ്ഞൾ കുറിയും ചന്ദനക്കുറിയും.
അതിനു മുകളിൽ പ്ലേറ്റ് ചാരുപടിയിലിരുന്ന ഭദ്രന്റെ മുന്നിൽ വെച്ചു. അയാൾ നീണ്ടൊരു കോട്ടുവായിട്ടു. രാവിലെ പടിപ്പുര വാതിൽ തുറന്നു കിടക്കുമ്പോ അവിടെ കിടക്കുക ഭദ്രേട്ടൻ. ഇങ്ങോട്ട് വരണുണ്ടേല് ഭദ്രേട്ടന് 10 മണിക്ക് മുമ്പ് വന്നുകൂടായിരുന്നോ? ആ, ഞാൻ അവിടെ കിടന്നാലെന്താ? തെമ്മ അടിക്കും, തേക്ക് തടിക്കും, എവിടെയും കിടക്കാം. അയാൾ 4-5 ഇഡലികൾ ഒന്നിച്ച് ഞെരടി അതിലേക്ക് ചട്നി ഒഴിച്ചു. ഇതെന്താ നെറ്റിയിലൊരു മുറിവ്? ഇന്നലെ തല്ലുണ്ടാക്കിയോ? നീ അത് വിട് പെങ്ങളെ. മണ്ടരി ഷാപ്പിന് പുറത്ത് റോഡിൽ വെച്ചൊരു കശപിശയുണ്ടായി, അത്രേയുള്ളൂ. ഭദ്രേട്ടനെല്ലാം നിസ്സാരം. എന്തിനാ ഭദ്രേട്ടാ? അയാൾ കൈയെടുത്ത് വിലക്കി. എന്തിനാ ഭദ്രേട്ടാ ഇങ്ങനെയൊരു ജീവിതമെന്ന് എന്റെ പൊന്നു പെങ്ങള് എന്നോട് ചോദിക്കരുത്. ഞാനും നിന്നോടത് തിരിച്ചു ചോദിക്കും. ദേവി പാർവതി നിശബ്ദയായി. അയാൾ ഇഡലി കുഴിച്ചു തിന്നു. ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ല. ഏതെങ്കിലും നാട്ടിൽ പോയി എങ്ങനെയും ജീവിക്കാം. പക്ഷേ നീ ഒരു വിവാഹത്തിന് തയ്യാറായ ഈ ജീവിതം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാ. അവൾ മുഖം കുനിച്ചു. അല്ലാണ്ട് പെങ്ങള് ഉപദേശവുമായി ഇങ്ങോട്ട് വരണ്ടാട്ടോ. ഭദ്രൻ പറഞ്ഞു തീർന്നതും 4-5 പോലീസുകാർ പടിപ്പുര കടന്ന് മുറ്റത്തേക്ക് ഓടിക്കയറി. മുന്നിൽ സബ് ഇൻസ്പെക്ടർ സലീം കാസിം ഉണ്ടായിരുന്നു. ദേവി പാർവതി ഞെട്ടിപ്പോയി. ഇവനൊന്നും വേറൊരു പണിയില്ലേ? ഭദ്രൻ കൈവിരലുകൾ നക്കിയിട്ട് നിസാര ഭാവത്തിൽ എഴുന്നേറ്റു. ഇറങ്ങി വാടാ കീരി, ഇൻസ്പെക്ടർ അലറി. എന്തിനാ സാറേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വിളിച്ചാ ഞാൻ അങ്ങോട്ട് വരില്ലേ? പന്ന മോനെ. ഇൻസ്പെക്ടർ കോലായിലേക്ക് ചാടിക്കയറി. ഭദ്രന്റെ ജുബയിൽ കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് തള്ളി. ഭദ്രൻ മുറ്റത്ത് മലർന്നു വീണു. പോലീസുകാർ അയാളെ പൊക്കിയെടുത്തു. അയ്യോ, നിങ്ങൾ എന്താ ഈ കാണിക്കണേ? ദേവി പാർവതി കരഞ്ഞു. എന്താന്നോ, ഇന്നലെ രാത്രി ഇവൻ ജയരാമനെ കത്തി കയറ്റി. ഭൂമി തകിടം മറിയുന്നത് പോലെ ദേവി പാർവതിക്ക് തോന്നി. അടുത്ത ഭാഗം നാളെ.